യുറേനിയം സമ്പുഷ്ടീകരണമെന്ന സങ്കീർണമായ ശാസ്ത്രീയ പ്രക്രിയയെക്കുറിച്ചും ഇറാൻ ഇതിൽ കൈവരിച്ച മുന്നേറ്റത്തെക്കുറിച്ചും വ്യക്തമായ കണക്കുകൾ ഇറാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന യുറേനിയം അയിരിൽ ബോംബ് നിർമ്മാണത്തിനാവശ്യമായ യുറേനിയം 235 എന്ന ഐസോടോപ്പ് വെറും 0.7% മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിനെ ആണവായുധങ്ങളിൽ ഉപയോഗിക്കണമെങ്കിൽ യുറേനിയം 235ന്റെ അളവ് കൃത്രിമമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയയാണ് നമ്മൾ സമ്പുഷ്ടീകരണം എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനത്തിനുമായി 3 മുതൽ 5% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് വേണ്ടത്. എന്നാൽ ഇറാൻ ഇപ്പോൾ 60% വരെ ശുദ്ധീകരിച്ച യുറേനിയം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര ഏജൻസികളെ ആശങ്കയിലാക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഗ്യാസ് സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് വാതകത്തെ അതിവേഗത്തിൽ കറങ്ങുന്ന സെൻട്രിഫ്യൂജുകളിലൂടെ കടത്തിവിട്ടാണ് ഭാരം കുറഞ്ഞ യുറേനിയം 235 വേർതിരിച്ചെടുക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പക്കൽ ഇപ്പോൾ വിവിധതരം സെൻട്രിഫ്യൂജുകളുടെ വലിയൊരു ശേഖരമുണ്ട്. ആദ്യകാല മോഡലായ IR-1 മുതൽ ഏറ്റവും ആധുനികമായ IR-6 വരെയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു. പഴയ മോഡലുകളേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ യുറേനിയം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതാണ് IR-6 സെൻട്രിഫ്യൂജുകൾ. 2015 ആണവ കരാർ പ്രകാരം ഇറാന് 300 കിലോഗ്രാം യുറേനിയം മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ നിലവിൽ ഇത് 5500 കിലോഗ്രാമിന് മുകളിലാണ്. ഇതിൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് മാത്രം ഏകദേശം 142 കിലോഗ്രാമിലധികം വരും.